പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കരുതി ആദിവാസി വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകിയത് നിരോധിച്ച വെളിച്ചെണ്ണ. എന്തെങ്കിലുമൊക്കെ എടുത്തുകൊടുത്ത് പാവങ്ങളെ പറ്റിക്കാമെന്ന് കരുതി സർക്കാർ ചെയ്ത പണി ഇപ്പോൾ സർക്കാരിന് തന്നെ കുരിശായി മാറുകയാണ്. ഇടുക്കിയിലെ ആദിവാസി വിഭാഗങ്ങൾക്കാണ് 2018 സർക്കാർ തന്നെ നിരോധിച്ച വെളിച്ചെണ്ണ ഇപ്പോൾ ഭക്ഷ്യക്കിറ്റിൽ വിതരണം ചെയ്തിരിക്കുന്നത്. ആദിവാസികളല്ലേ, അവർക്ക് നിരോധിത വെളിച്ചെണ്ണയായാലും മതിയെന്നായിരിക്കാം ഒരുപക്ഷെ സർക്കാർ കരുതിയത്. എന്തായാലും സംഗതി ഇപ്പോൾ വിവാദമായിരിക്കുന്നു. സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തിന് മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരമാണ് പട്ടികവർഗ വികസന വകുപ്പ് ഇടുക്കി പട്ടയക്കുടിയിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെട്ട വെളിച്ചെണ്ണ 2018 നിരോധിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് കേര സുഗന്ധി എന്ന ബ്രാൻഡുള്ള ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച 60ഓളം കുടുംബങ്ങളിലുള്ളവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു. കിറ്റ് ഉപയോഗിച്ച് വെളിയാമറ്റം പഞ്ചായത്തിലെ പുച്ചപ്പറ, ഉടമ്പന്നൂർ പഞ്ചായത്തിലെ വെള്ളിയാനി, വണ്ണപ്പുറം പഞ്ചായത്തിലെ പട്ടയക്കുടി എന്നിവിടങ്ങളിലുള്ളവർക്കാണ് ഇപ്പോൾ ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നത്. തുടർന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് പ്രോജക്ട് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഇവിടങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. വേണ്ടത്ര പരിശോധനയില്ലാതെ വെളിച്ചെണ്ണ ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ ഇവർക്ക് ഭക്ഷ്യ വിഷബാധയേക്കാൻ കാരണമായത്. അതേസമയം ഇക്കഴിഞ്ഞ 2018 വെളിച്ചെണ്ണയിൽ മായം കണ്ടെത്തിയതോടെ സർക്കാർ 74 ബ്രാൻഡഡ് വെളിച്ചെണ്ണകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചത്. 2018 മെയ് 31 45 ബ്രാൻഡഡ് വെളിച്ചെണ്ണകളും ജൂൺ 30 51 ബ്രാൻഡുമാണ് നിരോധിച്ചത്. ഇതോടെ 2018 നിരോധിച്ച ബ്രാൻഡഡ് വെളിച്ചെണ്ണകളുടെ എണ്ണമാകട്ടെ 170 വെളിച്ചെണ്ണ വില ഉയരുമ്പോഴായിരുന്നു കൂടുതലും വ്യാജന്മാർ രംഗത്തെത്തിയത്. അതായത് ചില്ലറ വില ലിറ്ററിന് 250 രൂപ വരെ എത്തിയിരുന്നു. വില കുറഞ്ഞ വിവിധ ഭക്ഷ്യ എണ്ണകൾ വിപണിയിലുണ്ടെങ്കിലും സംസ്ഥാനത്ത് പൊതുവെ വെളിച്ചെണ്ണകൾക്ക് ആവശ്യക്കാർ ധാരാളമാണ്. കേരളത്തിലെ പ്രതിദിന വെളിച്ചെണ്ണ ഉപയോഗം ശരാശരി 3 ലിറ്റർ വരും. വെളിച്ചെണ്ണ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമെന്ന് മറ്റ് ഇതര എണ്ണ കമ്പനിക്കാർ പ്രചാരണം നടത്തിയിരുന്നെങ്കിലും സംസ്ഥാനത്ത് അത് വലിയ പ്രതിഫലനമൊന്നും സൃഷ്ടിച്ചില്ല. കേരളീയരുടെ വെളിച്ചെണ്ണയോടുള്ള ഈ ആഭിമുഖ്യം ചൂഷണം ചെയ്താണ് ഒടുവിൽ വ്യാജന്മാർ തന്നെ വിപണിയിൽ എത്തിയത്. കേരളത്തിൽ 600-ന് മുകളിൽ വെളിച്ചെണ്ണ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഗുണനിലവാരം കുറഞ്ഞതും പാം ഓയിലിന്റെ അനുബന്ധ ഉൽപ്പന്നവുമായ പാം കെർണൽ എണ്ണയും കെമിക്കൽ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച പാരഫിൻ ദ്രാവകവുമാണ് മുഖ്യമായും വെളിച്ചെണ്ണയിൽ കലർത്തുന്നത്. പെട്രോൾ ഉൽപ്പന്നമാണ് പാരഫിൻ. നിറവും മണവും ഇല്ലാത്തതിനാൽ തന്നെ ഇത് കലർത്തിയാൽ തിരിച്ചറിയാനുമാവില്ല. കേരളത്തിലെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ ഇരട്ടിയോളം പാരഫിൻ കൊച്ചിയിൽ എത്തുന്നുണ്ട്. കൂടുതൽ വരുന്നത് വെളിച്ചെണ്ണയിൽ ചേർക്കുകയാണെന്നാണ് വിവരങ്ങൾ. പാം കെർണൽ എണ്ണ ഭക്ഷ്യ എണ്ണയായി കണക്കാക്കുന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയിൽ കലർത്തുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മില്ലുകളിൽ കൊപ്ര ആട്ടുമ്പോൾ തന്നെ ചക്കിലേക്ക് ഓയിൽ ഒഴിക്കുകയോ പാം കെർണൽ എണ്ണയിലേക്ക് കൊപ്രയുടെ ചെറിയ ചീടുകൾ ചേർത്ത് ഇളക്കിയോ 20% നല്ല വെളിച്ചെണ്ണയുമായി കലർത്തിയോ ചെയ്താൽ യഥാർത്ഥ വെളിച്ചെണ്ണയുടെ മണവും നിറവും ഒക്കെ കിട്ടും. ചക്കിൽ പലവട്ടം കറങ്ങി വെളിച്ചെണ്ണയുമായി ചേരുമ്പോൾ വെളിച്ചെണ്ണയുടെ അതേ നിറവും മണവുമാണ് ഇതിന് കൈവരുന്നത്. അതായത് ഒറ്റ നോട്ടത്തിലോ മണത്തിലോ നോക്കിയാലൊന്നും വെളിച്ചെണ്ണയിലെ മായം തിരിച്ചറിയാൻ പറ്റില്ല. നല്ല വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 200 രൂപയാണ് വിലയെങ്കിൽ പാം ഓയിൽ 84 രൂപ മാത്രമേ വിലയുള്ളൂ. തമിഴ്നാട്ടിലെ മങ്കയത്ത് നിന്നാണ് പാം ഓയിൽ കൂടുതലും കേരളത്തിൽ എത്തുന്നത്. സംസ്ഥാനത്തെ എണ്ണ ഉൽപ്പാദക കേന്ദ്രങ്ങളിൽ നിന്നാണ് അവ വെളിച്ചെണ്ണയായി കൂട്ടി കലരുന്നതും. തമിഴ്നാട്ടിൽ നിന്ന് പാക്ക് ചെയ്താണ് ഇത് എത്തുന്നത്. ഓയിലുകൾക്കൊപ്പം വെളിച്ചെണ്ണയുടെ മണം ലഭിക്കുന്ന രാസവസ്തുക്കളും ഇതിൽ ചേർക്കുന്നു. എന്നാൽ പാചകം ചെയ്യുമ്പോൾ ഈ ഗന്ധം നിലനിൽക്കില്ല. ചില ചില്ലറ കച്ചവടക്കാർ വെളിച്ചെണ്ണയിൽ സൂര്യകാന്തി എണ്ണ ചേർത്ത് കച്ചവടം നടത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സോപ്പ് നിർമ്മാണത്തിനായിട്ടാണ് പാം കെർണൽ എണ്ണ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കൂടുതൽ അളവിൽ ഉള്ളിലെത്തിയാൽ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് തകരാർ വരുത്തും. പാരഫിൻ ദ്രാവകം അകത്ത് ചെന്നാൽ സന്ധിവേദനയും ആമാശ അൾസറും ഉണ്ടാകുമെന്നാണ് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ 1985 പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത്. പാക്കറ്റിൽ തീർത്തും ശുദ്ധമെന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. എന്നാൽ ASA ആക്മാർക്ക് തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെ മുദ്ര പതിപ്പിച്ചൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നത്. അത്തരത്തിലാണ് കേര നന്മ, കേര സുചി, കേരനാട് തുടങ്ങി കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയ്ക്ക് സമാനമായ പേരിൽ വ്യാജന്മാർ ഇറങ്ങിയത്. ഇത്തരത്തിൽ നിരോധിച്ച എണ്ണയാണ് ഇപ്പോൾ ആദിവാസി മേഖലകളിലും ഭക്ഷ്യക്കിറ്റിനൊപ്പം വിതരണം ചെയ്ത സർക്കാർ ആദിവാസികളെ വലിയൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മായം ചേർന്ന വെളിച്ചെണ്ണയുടെ വിപണനം അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് ആവശ്യപ്പെടുമ്പോഴാണ് ഇടുക്കിയിൽ ആദിവാസികളെ ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ നിരോധിച്ച എണ്ണ അവർക്ക് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.